നമസ്കാരം, ഞാൻ ഫെനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മീൻ തോരനാണ്. നമ്മൾ സാധാരണ മീൻ കറിയും വറുത്തും ഒക്കെ വെച്ചിട്ടാണ് കൂടുതലും കഴിക്കാറുള്ളത്. ഞങ്ങളുടെയൊക്കെ സൈഡിൽ ഈ മീൻ തോരനും മീൻ കറി പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഞാനിവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. ഈ തോരനൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഫിഷ് എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം. ഈ തോരൻ വെക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചെറിയ മീനുകളൊക്കെ ആയിരിക്കും. നമ്മുടെ ഈ അയലയും മത്തിയും ചൂടയും പോലുള്ള നെത്തോലി പോലെയുള്ള മീനുകളൊക്കെയാണ് ഇതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഞാനിവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. ഒരു 2-2.5 കപ്പ് തേങ്ങ ചിരവിയത്, ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സവാള ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കറിവേപ്പില വേണം, 1/2 ടീസ്പൂൺ കുരുമുളക്, 3-4 കുടംപുളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 6-7 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയാണ് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഈ മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ ചേർക്കണുള്ളൂ. ഇന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് പകുതി ഭാഗം തേങ്ങ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി ഭാഗം നമ്മൾ കൈകൊണ്ട് ഞെരടിയാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ തോരനൊക്കെ വേറെ ലെവലിലായിരിക്കും ഒരു ടേസ്റ്റ് വരിക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ പകുതി ഭാഗമേ നമ്മളിപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കുരുമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അടുത്ത് മുളക് പൊടി. മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അടുത്ത് മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവാപ്പൊടി ചേർക്കാം. നമുക്കിനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇത് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഏകദേശം ഈ ഒരു പരുവത്തിന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ മീൻ തോരൻ തയ്യാറാക്കാനായി ഒരു ചട്ടി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക പോലെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെള്ള കളറിലിരിക്കുന്നത്. നമ്മൾ ഈ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മീനിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ഇടികല്ലോ അരകല്ലോ ഒക്കെ ഒന്ന് ചതക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മീൻ തോരൻ ഉണ്ടാവുക. ഇപ്പം ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഇടികല്ല് ചതച്ചാണ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിക്സിയിലാണ് ചതച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ കറിവേപ്പിലയും നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചും ചേർക്കാം. ഇനി നമുക്ക് പുളി ചേർക്കാം. നമ്മളിനി ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇതേപോലെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഞെരടിയിട്ട് നമുക്ക് ഈ തേങ്ങ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ എല്ലാം കൂടെ ഒരുമിച്ച് ഇതേപോലെ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഈ പീരയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ ഈ കുടംപുളിയൊക്കെ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പൂൺ കൊണ്ടാണെങ്കിൽ ഇതെല്ലാ ഭാഗത്തും എത്തില്ല. അപ്പം നമുക്ക് ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് പോലെ. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ മാത്രം ഒന്ന് ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളകിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി നമ്മുടെ തേങ്ങയൊക്കെ ഈ മീനിനോട് നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വരുന്നതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഈ മീനൊക്കെ ഒന്ന് വെന്ത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണേൽ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണേ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇത് ഇളക്കാൻ പാടില്ല, മീനൊക്കെ ഉടഞ്ഞു പോവും. സോ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ അരികത്തുള്ള തേങ്ങയൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം മീൻ വെന്തിട്ടുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് തുറന്ന് വെച്ചാണ് ബാക്കി വെള്ളം വറ്റിച്ചെടുത്തത്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഈ തേങ്ങ എല്ലാം നമ്മുടെ ഈ മീനിനോട് നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ തോരൻ റെഡി ആയി കഴിഞ്ഞു. ഈ തോരൻ നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിനി ചെറിയ മീനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.